ഇത് പറ്റിക്കാൻ വേണ്ടി പറയുന്നതല്ല. യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് പരീക്ഷയ്ക്ക് ഈ 18 അടവുകൾ നിങ്ങൾ പ്രയോഗിക്കുകയാണെങ്കിൽ ഇനിയുള്ള ദിവസങ്ങൾക്കുള്ളിൽ തന്നെ നിങ്ങൾക്ക് എക്സാം ക്രാക്ക് ചെയ്യാനായിട്ട് സാധിക്കും. പ്രിലിംസ് ഉറപ്പായിട്ടും ക്രാക്ക് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ അതിനെന്തൊക്കെ ചെയ്യണം, ഈ 18 അടവുകൾ ഏതൊക്കെയാണെന്നാണ് പറയാൻ പോകുന്നത്. അപ്പോൾ ഇതുവരെ പരീക്ഷയ്ക്ക് പഠിക്കണോ എന്നുള്ള ആശങ്കയിലിരിക്കുന്നവർക്ക് ഉറപ്പായിട്ടും ഈ 18 അടവുകൾ പ്രയോഗിച്ച് നോക്കാവുന്നതാണ്. നോക്കാം എന്തൊക്കെയാണ് ആ 18 അടവുകളെന്ന്. ഒന്നാമത്തത് സിലബസ്. എന്തായാലും നിങ്ങളൊരു പരീക്ഷയ്ക്ക് പോവുകയാണ്. ഈ പരീക്ഷയ്ക്ക് കൃത്യമായിട്ടൊരു സിലബസ് ഉണ്ട്. ആ സിലബസ് നന്നായിട്ട് എടുത്തൊന്ന് വായിച്ചു നോക്കുക. അതിൽ അല്പമെങ്കിലും നിങ്ങൾക്ക് പിടുത്തമുള്ളൊരു ടോപ്പിക്ക് കാണുമല്ലോ, ഉണ്ടെങ്കിൽ അത് ടിക്കിട്ട് വയ്ക്കുക. എന്നിട്ട് അത് നന്നായിട്ട് പഠിക്കുക. ദെൻ ഈ ടിക്കറ്റ് വെക്കുന്ന ആ ഒരു ടോപ്പിക്ക് പോലും ഇല്ല, ഒന്നും അറിയില്ല എങ്കിലും നിങ്ങൾ വിഷമിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്ക് അടുത്ത അടവ് പ്രയോഗിക്കാം. സിലബസ് നോക്കുന്ന സമയത്ത് നമുക്ക് ഓരോ സബ്ജക്റ്റിനായിട്ട് ഓരോ മാർക്ക് കൊടുത്തിട്ടുണ്ട്. ഇത്ര മാർക്കിന് ചോദിക്കും, ഇത്ര മാർക്കിന് ചോദിക്കും എന്ന് പറഞ്ഞിട്ട് കറക്റ്റിന് പറഞ്ഞിട്ടുണ്ട്. അതിനകത്ത് എക്കണോമിക്സ്, സിവിക്സ്, കോൺസ്റ്റിറ്റ്യൂഷൻ ഇത് 5-5 മാർക്ക് ചോദിക്കുന്ന ഭാഗമാണ്. ഇതിനകത്ത് നിന്ന് നമുക്ക് ആഴത്തിലുള്ള പഠനമാണ് ആവശ്യം. പക്ഷേ നമുക്കറിയാം ഈ മേഖലയിൽ നിന്ന് എങ്ങനെയൊക്കെ ക്വസ്റ്റ്യൻ ചോദിക്കാം എന്നൊരു അറിവ് കിട്ടിക്കഴിഞ്ഞാൽ ഇത് പെട്ടെന്ന് പഠിച്ചെടുക്കാൻ സാധിക്കുന്നതുമാണ്. ഏതൊക്കെയാണ്? എക്കണോമിക്സ്, സിവിക്സ്, കോൺസ്റ്റിറ്റ്യൂഷൻ. ആദ്യമേ തന്നെ തുടക്കം മുതൽ തന്നെ നിങ്ങൾ ഈ 3 സബ്ജക്റ്റ് ഉറപ്പിച്ചു വെക്കുക. ഇതിൻ്റെ മാർക്ക് ഉറപ്പിക്കുക. എങ്ങനെ ക്വസ്റ്റ്യൻ വന്നാലും ഞാനിത് ചെയ്യും എന്നുള്ള രീതിയാക്കുക. അത് നിങ്ങളെ കൊണ്ട് പറ്റും. അത് ഇനിയുള്ള ദിവസങ്ങളിലായാലും നിങ്ങളെ കൊണ്ട് സാധിക്കുന്നതേ ഉള്ളൂ. ഒത്തിരി യൂട്യൂബ് വീഡിയോസും ഒക്കെ ഉണ്ട്. പക്ഷെ നിങ്ങൾ സിലബസ് എടുത്ത് വെച്ചിട്ട് വേണം അത് പഠിക്കാനായിട്ട്. സിലബസിൽ എന്ത് പറഞ്ഞിട്ടുണ്ടോ അതിൻ്റെ കുറച്ച് ആഴത്തിലുള്ള വിവരം മാത്രം കിട്ടിയാൽ പോരാ, അത് നന്നായിട്ട് വർക്കൗട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ക്വസ്റ്റ്യൻസും വേണം. അപ്പോൾ ആ ക്വസ്റ്റ്യൻസും വർക്കൗട്ട് ചെയ്ത് കഴിഞ്ഞാലേ നിങ്ങൾക്ക് ഫുൾ കോൺഫിഡൻ്റ് ആയിട്ട് എക്സാം എഴുതാൻ, ആ മാർക്ക് എനിക്ക് കിട്ടും എന്ന് പറയാൻ സാധിക്കത്തുള്ളൂ. അപ്പോൾ അതാണ് നമുക്ക് രണ്ടാമതായിട്ട് അടവ് പ്രയോഗിക്കേണ്ടത്. ഇതിനകത്ത് എക്കണോമിക്സ് 5 മാർക്കിനുണ്ട്, സിവിക്സ് 5 മാർക്കിന്, കോൺസ്റ്റിറ്റ്യൂഷൻ 5 മാർക്കിന്, കമ്പ്യൂട്ടർ 3 മാർക്കിന്. കുറച്ച് കാര്യങ്ങൾ പഠിച്ചാൽ മതി, പക്ഷെ നമുക്ക് ഈ മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, പിന്നെ വരുന്നത് ഏതാണ്? ബേസിക് കൺസെപ്റ്റ് പ്ലസ് NCERT ആണ്. അതായത് ബേസിക് കൺസെപ്റ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് ഈ എക്കണോമിക്സും സിവിക്സും കോൺസ്റ്റിറ്റ്യൂഷനും കമ്പ്യൂട്ടറും പഠിക്കുന്ന സമയത്ത് നിങ്ങൾ ചെയ്യാനുള്ളത് ബേസിക് കൺസെപ്റ്റ് മനസ്സിലാക്കുക. അത് കഴിഞ്ഞിട്ട് NCERTയിലുള്ള ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? നല്ല രീതിയിൽ മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് സാധിക്കും. ഇതെങ്ങനെയാണെന്ന് ഞാൻ വഴിയെ പറഞ്ഞുതരാം. ഓക്കെ, ഇനിയുള്ളത് ഇംഗ്ലീഷാണ്. ഇംഗ്ലീഷിന് 20 മാർക്കാണുള്ളത്. അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അത് എന്ന് പറയുന്നത് നമ്മൾ സ്വയം തീരുമാനിക്കുക. എനിക്ക് എന്തൊക്കെയാണ്, പല ആൾക്കാർക്കും പല രീതിയിലായിരിക്കും ഇംഗ്ലീഷ് അറിയാവുന്നുള്ളത്. ചില ആൾക്കാർക്ക് വൊക്കാബുലറി ഒക്കെ നന്നായിട്ട് അറിയാം, പക്ഷേ ഗ്രാമർ അറിയത്തില്ല. ഗ്രാമർ നന്നായിട്ട് അറിയാം, വൊക്കാബുലറി അറിയത്തില്ലാത്ത ആൾക്കാരുണ്ട്. ഇത് രണ്ടും അറിയത്തില്ലാത്ത ആൾക്കാരുണ്ട്. അപ്പം നിങ്ങളുടെ അറിവില്ലായ്മ ഇംഗ്ലീഷിൽ എത്രത്തോളമാണെന്ന് മനസ്സിലാക്കുക. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യുന്നതായിരിക്കും ഏറ്റവും ബെസ്റ്റ്. 20 മാർക്കാണ് ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യനിൽ വരുന്നത്. അപ്പോൾ 20 ക്വസ്റ്റ്യൻ ഡെയിലി വർക്കൗട്ട് ചെയ്താൽ, അതിൻ്റെ എക്സ്പ്ലനേഷൻസ് പഠിച്ചാൽ, ഈ PSC ഇംഗ്ലീഷിനെ സംബന്ധിച്ചിടത്തോളം മൊത്തം റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്. അതുകൊണ്ട് തന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് വിത്ത് എക്സ്പ്ലനേഷൻ പഠിച്ചു പോകുന്നത് വളരെ നല്ലൊരു കാര്യമാണ്. വൊക്കാബുലറി ഒക്കെ അറിയാതെ നമുക്ക് മാർക്ക് കിട്ടും. ഓക്കെ, അപ്പോൾ അങ്ങനെ ആ ഒരു രീതി നിങ്ങൾ പോകുന്നതായിരിക്കും നല്ലത്. പിന്നെ മലയാളത്തിന് 10 മാർക്കുണ്ട്. ഇത് പഠിക്കുന്നതിന് വേണ്ടിയിട്ട് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യനും PSC ബുള്ളറ്റിൻ കുറച്ച് ഒരു 500-ലധികം ക്വസ്റ്റ്യൻസും ഇറക്കിയിട്ടുണ്ട്. ആ ക്വസ്റ്റ്യൻസും പഠിക്കുകയാണെങ്കിൽ മലയാളം നിങ്ങൾ പക്ക ഓക്കെ ആവും. വേറെ അതിൽ കൂടുതലൊന്നും പഠിക്കേണ്ട ആവശ്യമില്ല. ദെൻ മാത്സ് 20 മാർക്കിനുണ്ട്. മാത്സ് 20 മാർക്കിനുള്ളത് നിങ്ങൾ ചിന്തിക്കും, കഴിഞ്ഞ പരീക്ഷയ്ക്കൊക്കെ NCERT ക്വസ്റ്റ്യൻസ് അല്ലേ വന്നത്, അതുകൊണ്ട് നമ്മൾ NCERT കംപ്ലീറ്റ് പഠിക്കണം എന്നുള്ളത്. ഉറപ്പായിട്ടും NCERT പഠിക്കണം. പക്ഷെ നിങ്ങൾക്ക് ബേസ് ഇല്ല എങ്കിൽ മാത്സിൽ ഉറപ്പായിട്ടും നിങ്ങൾ SCERTയുടെ 5 മുതൽ 10 വരെയുള്ള ക്ലാസ്സിലെ പ്രോബ്ലംസ് ചെയ്തതിന് ശേഷം മാത്രമേ NCERTയിലേക്ക് കടക്കാവുള്ളൂ. അതിൻ്റെ കാരണം ഈ 20 മാർക്കിൽ ഒരു 5-6 ക്വസ്റ്റ്യൻസ് മാത്രമേ NCERT ലെവലിലേക്ക് പോകുന്നുള്ളൂ. ബാക്കി ക്വസ്റ്റ്യൻസ് SCERT ഓറിയൻറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ പകരം നിങ്ങൾ നേരെ NCERTയിലോട്ട് പോയി ചെയ്ത് നോക്കി തുടങ്ങിയാൽ എന്ത് ചെയ്യും? നമുക്ക് എളുപ്പമുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് കിട്ടാത്തൊരവസ്ഥ വരും. അതുകൊണ്ട് ആദ്യമേ SCERT നല്ല തറവാക്കുക, അത് കഴിഞ്ഞിട്ട് NCERT പഠിക്കുക. ഓക്കെ, ഇനിയുള്ളത് സയൻസ് ആൻഡ് ടെക്നോളജി. ശരിക്കും പറഞ്ഞാൽ ഒരു വേസ്റ്റ് ടോപ്പിക്കാണ് സയൻസ് ആൻഡ് ടെക്നോളജി. പ്രിലിംസിൽ മാത്രമേ ഉള്ളൂ, മെയിൻസിനില്ല. പക്ഷേ സയൻസ് ആൻഡ് ടെക്നോളജിയിലെ കുറച്ച് പോർഷൻസ് നമ്മൾ സെലക്റ്റഡ് പോർഷൻസ് ഉണ്ട്. അതായത് കഴിഞ്ഞ 3-4 പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടല്ലോ, ആ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിയിട്ട് അതിനകത്ത് വന്നിട്ടുള്ള സയൻസ് ആൻഡ് ടെക്നോളജിയുടെ ക്വസ്റ്റ്യൻസ് വിത്ത് റിലേറ്റഡ് ഫാക്ട്സ് മാത്രം പഠിച്ചാൽ മതി സയൻസ് ആൻഡ് ടെക്നോളജിക്ക് ഇനിയുള്ള ദിവസങ്ങളിൽ. കാരണം ടൈമില്ല, അധികം പഠിച്ചെന്ന് പറഞ്ഞ് മെയിൻസ് പരീക്ഷയ്ക്ക് ഇതുകൊണ്ട് ഉപയോഗമില്ല. അപ്പോൾ അതുകൊണ്ട് ആ ഒരു ടോപ്പിക്ക് ആ ഒരു രീതിയിൽ മാത്രം കണ്ടാൽ മതി. പിന്നെ പഴയ ചോദ്യ പേപ്പർ
പിന്നെ എന്താണ് അത് ടോപ്പിക്സ് പേപ്പർ ഉണ്ടല്ലോ, ഓരോ ടോപ്പിക്സ് കഴിയുമ്പോൾ ആ ടോപ്പിക്സ് റിലേറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് അതും വർക്കൗട്ട് ചെയ്യുന്നത് വളരെ നന്നായിരിക്കും. നമ്മുടെ കയ്യിൽ 3-4 പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഉണ്ട്. അത് പോരാഞ്ഞിട്ട് കുറച്ച് ഡിഗ്രി മെയിൻസ് പരീക്ഷകളുടെ ക്വസ്റ്റ്യൻസ് ഉണ്ട്. അതൊക്കെ നമുക്ക് വർക്കൗട്ട് ചെയ്യണം. അത് 8ാമത്തെ അടവാണ്. ഇനി നിങ്ങളുടെ ഇതിനകത്ത് ഞാൻ പറയാത്തൊരടവുണ്ട്. ഏതാണ്? ഹിസ്റ്ററിയും ജോഗ്രഫീൻ്റെയും കേസ്. ഈ ഹിസ്റ്ററിയും ജോഗ്രഫിയുടെയും കേസും എനിക്ക് ഈ സയൻസ് ആൻഡ് ടെക്നോളജി പറയുമ്പോഴാണ്. നിങ്ങൾ ഇതുവരെ പഠിച്ചു തുടങ്ങാത്ത ആളാണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്ത് വിത്ത് റിലേറ്റഡ് ഫാക്ട്സ് പഠിച്ചു പോകുന്നതായിരിക്കും. ഇനി ടൈം ഇല്ല, ഇനി ഇൻ കേസ് നിങ്ങൾക്ക് പഠിക്കാൻ ടൈം ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഹിസ്റ്ററിയും ജോഗ്രഫിയും ഒക്കെ കറക്റ്റ് നല്ല രീതിയിൽ പഠിക്കുക. അതല്ല എങ്കിൽ പിന്നെ നമ്മുടെ തൊഴിൽ വാർത്തയിലൊക്കെ വരുന്ന ജോഗ്രഫി, ഹിസ്റ്ററി, പിന്നെ നമുക്ക് വിത്ത് റിലേറ്റഡ് ഫാക്ട്സ് കുറേ കാര്യങ്ങളുണ്ട്, ഷുവർ ടോപ്പിക്സ് പോലുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. അത് മാത്രം പഠിച്ചാൽ മതി എന്നാണ് എൻ്റെ അഭിപ്രായം. ഓക്കെ, ഹിസ്റ്ററിയും ജോഗ്രഫിയും. കാരണം അതിനുള്ള ടൈമില്ല. ആ ടൈം കൊണ്ട് നമുക്ക് കോൺസ്റ്റിറ്റ്യൂഷൻ, പിന്നെ സിവിക്സ്, ഇതിൻ്റെയൊക്കെ മാർക്കുകൾ നമുക്ക് ഉറപ്പിച്ചെടുക്കണം. ഓക്കെ, ദെൻ ഇനിയുള്ള അടവുകളെന്ന് പറയുന്നത് നല്ലൊരു സ്റ്റഡി പ്ലാൻ വേണം. ഈ സ്റ്റഡി പ്ലാൻ നല്ലതാണെങ്കിൽ, അതായത് ഇത്രയും ഞാൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം വെച്ചുകൊണ്ട് നല്ലൊരു സ്റ്റഡി പ്ലാൻ ഉണ്ടാക്കണം. ഇനിയുള്ള ദിവസങ്ങളിൽ ആ സ്റ്റഡി പ്ലാൻ അനുസരിച്ച് ഫോളോ ചെയ്ത് പോകണം. അതിന് ഡെയിലി എക്സാംസ് എഴുതണം, PYQ ഡിസ്കഷൻസ് ചെയ്യണം, ദെൻ മോഡൽ എക്സാംസ് ചെയ്യണം, വീക്ക്ലി എക്സാംസ്, പിന്നെ ടോപ്പിക് വൈസ് എക്സാംസ്, പിന്നെ ഈ ഷുവർ ടോപ്പിക്സിലുള്ള ലൈവ് ക്ലാസ്സുകൾ നിങ്ങൾ അറ്റൻഡ് ചെയ്യണം. അതുപോലെ തന്നെ റെഗുലറായിട്ട് മാത്സ്, ഇംഗ്ലീഷ്, മലയാളം, പിന്നെ ഞാൻ വിട്ടുപോയൊരു സംഗതിയുണ്ട്, കലാ സാഹിത്യ സംസ്കാരം. അത് നിങ്ങൾ ഡെയിലി ഓരോ പോർഷൻസ് പഠിക്കണം. കാരണം 10 മാർക്കിനുണ്ട്. ഈ ഭാഗത്ത് നിന്നായിരിക്കും കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങളൊക്കെ കൂടുതൽ വരാൻ സാധ്യത. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു പോർഷൻ ഡെയിലി പഠിക്കണം. മലയാളവും മാത്സും ഇംഗ്ലീഷും പഠിക്കുന്നതിനോടൊപ്പം തന്നെ കലാ കായിക സംസ്കാരവും ഡെയിലി പഠിക്കാനായിട്ട് ശ്രദ്ധിക്കുക. പഠിച്ച കാര്യം വീണ്ടും റിപ്പീറ്റ് ചെയ്യുക, റിവിഷൻ ചെയ്താൽ മാത്രമേ നമുക്ക് മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് സാധിക്കത്തുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എല്ലാം കൂടിയാണ് നമ്മൾ ഈ ഒരു ശ്രമം എന്ന് പറഞ്ഞൊരു കോഴ്സ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. 70 ദിവസത്തെ കോഴ്സാണ്. ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തു. ലൈവ് ക്ലാസ് ഈ ശനിയാഴ്ച, ഇന്നു മുതലാണ് ലൈവ് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. മൊത്തം 50 ഷുവർ ടോപ്പിക്സിൻ്റെ ലൈവ് ക്ലാസ് നിങ്ങൾക്ക് തരും. പിന്നെ ഈ ടോപ്പിക്സ് വൈസ് എക്സാം എഴുതുന്നതിലൂടെ നിങ്ങൾക്ക് ഡിഗ്രി പ്രിലിംസിൻ്റെ പരീക്ഷ ഉറപ്പായിട്ട് നിങ്ങൾക്ക് ക്രാക്ക് ചെയ്യാനായിട്ട് സാധിക്കും. പഠിക്കാൻ തയ്യാറാണെങ്കിൽ, ചോദ്യങ്ങൾ വെച്ച് പഠിക്കാനായിട്ട് തയ്യാറാണെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾക്കൊരു ഈ കോഴ്സ് ഉപയോഗപ്രദം ആകുന്നതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് ഈ കാണുന്ന നമ്പറിൽ നിങ്ങൾ വാട്സപ്പ് ചെയ്താൽ മതിയാവും. അതല്ല എങ്കിൽ നമ്മുടെ ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ് ആൻഡ് താങ്ക് യു.